നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ മുന്നിൽ എന്നും വന്ന് കൈകൂപ്പുന്നവരായിരുന്നു ഞങ്ങൾ. നിന്റെ മൗന അനുവാദത്തോടെ നിന്നെ സാക്ഷിയാക്കി മാല ചാർത്തി ജീവിതം നിശ്ചയിച്ചവർ. എന്നിട്ടും എന്തിന് ഞങ്ങളെ രണ്ടായി പിരിച്ചു? എന്തിന്? എനിക്ക് എന്റെ രാധയെ തിരിച്ചതാ. എവിടെ അവളിപ്പോ? എവിടെ? പറഞ്ഞു തരാൻ. എവിടെ എന്റെ രാധ? ചേച്ചി ദാഹിക്കുന്നു, വെള്ളം വേണം. ഇവിടെ ഇനി എവിടെ കിട്ടാനാ? വാ നമുക്ക് നോക്കാം. അടുത്ത ഏതെങ്കിലും സ്ഥലം കാണും. വാ. ഇദ്ദേഹം ഇത്രയ്ക്കങ്ങ് വിഷമിക്കരുത്. ജനിച്ചാൽ ഒരിക്കൽ മനുഷ്യൻ മരിക്കും. സുഭദ്ര കുഞ്ഞിന് ഇത്രയ്ക്കുള്ള ആയുസേ ദൈവം കരുതിയിട്ടുള്ളെന്ന് കരുതിയാ മതി. ജനിച്ചാൽ ഒരിക്കൽ മനുഷ്യൻ മരിക്കും, അതെനിക്കറിയാം. പക്ഷേ ഇവിടെ എന്റെ സുഭദ്രയ്ക്ക് നടന്നത് അതല്ല, ക്രൂരമായ കൊലപാതകമാ. എന്റെ കുഞ്ഞിനെ അനിയത്തിമാരെ അപഹരിച്ചുകൊണ്ട് പോവാ. എന്തിന്? ഇതിന് തക്ക രീതിയിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അതിന് ഉത്തരം പറയാൻ കഴിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? കഴിയില്ല മേഘനാഥ, കഴിയില്ല. കഴിഞ്ഞ എത്രയോ സമയമായി ഈ ലോകത്തെ സകലമാന ദൈവങ്ങളോടും ഞാനും ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാ. ഇതാര് ചെയ്തു? എന്തിനു ചെയ്തു? തൃപ്പങ്ങോട് കുടുംബക്കാരോട് ആർക്കാ ഇത്ര വിരോധം? അതും ഒരു പിഞ്ചു കുഞ്ഞിനെയും കുരുന്നു പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടു പോവുകയെന്ന് പറഞ്ഞാ. അമ്മ കുറച്ച് സമയം കൂടെ ഒന്ന് ക്ഷമിക്ക. ഞാനിവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ മുഴുവൻ ഈ നരഹത്യ നടത്തിയ ഘാതകന്മാരെ അന്വേഷിച്ച് കണ്ടെത്താൻ നിയോഗിച്ചിരിക്കുക. താമസിയാതെ അറിയാൻ പറ്റും ആരാണ് കുറ്റകൃത്യങ്ങളുടെ പിറകിലെന്ന്. അതാരായാലും സാർ അവരെ പിടിച്ച് ഞങ്ങൾക്ക് മുൻപിൽ തന്നെ കൊണ്ടുവരണം.
തൃപ്പങ്ങോട്ട് കുടുംബത്തിന്റെ അന്നവും വസ്ത്രവും ഒരുപാട് കിട്ടിയിട്ടുള്ളവരാ ഞങ്ങള്. അതെ, ഞങ്ങൾ കൊടുത്തുള്ള അവർക്കുള്ള ശിക്ഷ പിടിച്ച് നാട്ടുകൂട്ടത്തിന്റെ മുന്നിലിട്ടാൽ മതി. പിച്ചി ചീന്തും അവരെ ഞങ്ങൾ. അതെ, ഇതിന് കോടതിയും വ്യവഹാരം ഒന്നും വേണ്ട. ഞങ്ങൾ ശിക്ഷിച്ചോളാം. എന്നാലേ ഞങ്ങൾക്ക് തൃപ്തി വരൂ. അതെ, അതൊക്കെ എന്താ വേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ആദ്യം കുറ്റവാളികളെ കയ്യിൽ കിട്ടട്ടെ. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഭാര്യയും കുഞ്ഞിനെ അനുജത്തിമാരെയും നഷ്ടപ്പെട്ട് നെഞ്ചു തകർന്നിരിക്കുന്ന ഈ മനുഷ്യനെ ഒറ്റയ്ക്ക് വിടുക. കുറ്റവാളികളെ അന്വേഷിക്കലും കണ്ടുപിടിക്കലും ശിക്ഷ കൊടുക്കലും ഒക്കെ പിന്നീടുമാകാം. ഇപ്പൊ എല്ലാരും പോകാൻ നോക്ക്. പോട്ടെ. അഭിനയം സൂപ്പർ. ഞാൻ പോലും സംശയിച്ചു ഭാര്യയുടെ ദുരന്തത്തിൽ ദുഃഖിച്ച് കോട്ടയ്ക്കൽ മേഘനാഥന്റെ ചങ്ക് പൊട്ടിപ്പോകുമോ എന്ന്. ചങ്ക് പൊട്ടിപ്പോകുന്ന സങ്കടം ഉണ്ടെന്നുള്ളത് സത്യമാ. അത് താൻ മരിച്ച് പടമായി പോയ തൃപ്പങ്ങോട്ട് സുഭദ്രയെ അവളുടെ അനിയത്തിമാരെ ഓർത്തിട്ടല്ല, എന്റെ രക്തത്തിലും രക്തമായ ഓമന കുഞ്ഞിനെ ഓർത്തിട്ടാ. അതെ, എന്നാലും ചത്ത് തൊലയും മുൻപ് ഇങ്ങനെ ഒരു കൊലച്ചതി ഇവള് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. ചാകുന്നെങ്കിൽ അവൾക്ക് ഇവിടെ കിടന്ന് ചത്താ പോരായിരുന്നോ? എന്തിനാ കുഞ്ഞിനെയും പിള്ളേരും കൊണ്ട് അമ്പലത്തിലേക്ക് പോയത്? അതിപ്പോ അങ്ങനെ ചോദിച്ചാ ഉത്തരം തരാനൊന്നും ആരും ഇവിടെ ഇല്ല. എന്റെ അഭിപ്രായത്തിൽ ആ അധ്യായം ഇന്നലെ അവസാനിച്ചു. ഇനിയിപ്പോ എന്ത്, അത് വേണം ചിന്തിക്കാൻ. അതൊക്കെ ഞങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. അതിന് അത്യാവശ്യം വേണ്ടത് ഓടിപ്പോയ കുട്ടികളെ കണ്ടുപിടിക്കുക. സാർ ആദ്യം അത് ചെയ്യുക. അതാ ഞങ്ങൾക്കിപ്പൊ ചെയ്തു തരേണ്ട ഉപകാരം. അതിപ്പോ അന്വേഷിക്കാൻ ഞാൻ ആളെ അയച്ചിരിക്കുമല്ലേ. ആളയച്ചാ പോരാ. എന്റെ ഈ കേസിൽ സർക്കിൾ ഇൻസ്പെക്ടർ മുകുന്ദൻ ഉണ്ണി നേരിട്ട് തന്നെ പോയാലേ പറ്റൂ. അതിനുള്ള പ്രതിഫലം വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് തന്നെ ഞാൻ തന്നിരിക്കും. അല്ല, ഈ പ്രതിഫലമൊന്നും ഞാനിതുവരെ. മുകുന്ദൻ ഉണ്ണി സാറേ, മേഘനാഥന് സൗജന്യമൊന്നും വേണ്ട. വേണ്ടത് ഏൽപ്പിക്കുന്ന പണി പൂർത്തിയാക്കി കിട്ടില്ല. നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്ന പണിക്ക് സർക്കാർ തരുന്ന 200-300 ചെമ്പുതുട്ടല്ല സമ്മാനം. 1-2 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ള സമ്പത്താ. ചെല്ല്, കാര്യം നടത്തിയിട്ട് വാ. ഞങ്ങളിവിടെ നിങ്ങളെ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. നിരാശരാക്കരുത്. ഇല്ല, മുകുന്ദനുണിയുടെ വാക്കാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.